ഏത് കൺട്രിയിൽ പഠിക്കാൻ പോകണമെന്ന് ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല അല്ലെ? എങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറയട്ടെ, സ്വീഡൻ. 2026 എന്തുകൊണ്ട് സ്വീഡൻ ചൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. ഫസ്റ്റ്, ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്. എല്ലാ യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ അല്ല, പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഹൈലി റാങ്ക്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം, പൗസ് ഫ്രണ്ട്ലി കൺട്രി. അതായത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുട്ടിയെയോ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും ഈസി ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റിയ വേറൊരു കൺട്രി ഇല്ലെന്ന് തന്നെ പറയാം. ഇനി പാർട്ട് ടൈമിന്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്റ്റുഡന്റിനും സ്പൗസിനും അൺലിമിറ്റഡ് വർക്ക് ടൈം ആണ്. അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഹാപ്പി ആയില്ലേ? ഇനി പഠിച്ചതിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഫൈനാൻസ്, എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ എനർജി, ലോജിസ്റ്റിക്സ് പോലെയുള്ള പല മേഖലകളിലും ഒരുപാട് ജോബ് ഓപ്പണിംഗ്സ് അവൈലബിൾ ആണ്. സോ പഠിച്ചതിന് ശേഷം ജോലി കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. അത് മാത്രമല്ല, ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വീഡൻ ഗവൺമെന്റ് 1 വർഷത്തെ സ്റ്റേ ബാക്ക് തരും. 4 വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PR-നും അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും സ്വീഡൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുവാനും ഇന്ന് തന്നെ ടീം എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അധികം ലേറ്റ് ആക്കേണ്ട, ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്.